ഇപ്പം നമ്മൾ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് റിട്ടേൺസ് കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഇന്ത്യയിലാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു നല്ല കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 20,000-30,000 രൂപ പെർ മന്ത് എന്നുള്ള സാലറി ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. നമ്മൾ യൂറോപ്പിൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 3,000 യൂറോസ് എന്നുള്ളതാണ് ഏകദേശം കിട്ടുന്നത്. അതായത് ഏകദേശം ഒരു 3 ലക്ഷം രൂപ പെർ മന്ത് എന്ന് പറയുമ്പോൾ ഇയർലി നമ്മൾ നോക്കുമ്പോൾ ഒരു 35 to 50 lakhs ആണ് നമുക്ക് വരുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത്. ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്, യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ജർമ്മനി, ഇറ്റലി പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതല്ല ചെറിയൊരു പൈസ മാത്രം കൊടുത്ത് പഠിക്കുന്ന ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ലാറ്റ്വിയ, പോളണ്ട് പോലത്തെ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ചെലവാക്കുന്ന പൈസ ഒരു പക്ഷേ 2 വർഷത്തേക്ക് കൂടിയിട്ട് ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് ചെലവാക്കുമ്പോൾ നമുക്ക് 3-ാമത്തെ വർഷം കിട്ടുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഓൺ അറൌണ്ട് ഒരു 50 lakhs ആണ്. അപ്പൊ നമ്മുടെ ആക്ച്വലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ROI എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതേ സംഭവം തന്നെ നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ട് സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 15 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും. ഇപ്പൊ UK, കാനഡ, US നമ്മൾ 15 ലക്ഷം 20 ലക്ഷം രൂപ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 35-40 അല്ലെങ്കിൽ 50 lakhs തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺസ് റിലേറ്റീവ്ലി കുറവായിരിക്കും. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വിദേശങ്ങളിൽ പോയിട്ട് നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം വെച്ചെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം വലുതും നിങ്ങൾ ചെലവാക്കുന്ന പൈസ കുറവായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പൊതുവെ പബ്ലിക് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യാനായിട്ട് പറയാറുള്ളത്.